വീണ്ടും കടമെടുക്കാനൊരുങ്ങി സംസ്ഥാന ധനകാര്യ വകുപ്പ് 1920 കോടിക്കായി കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനുള്ള ലേലം ഫെബ്രുവരി 25 നടക്കും. ഈ സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 40,920 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജനം ബ്രേക്കിംഗ്. ഇഷ്ടക്കാർക്ക് ശമ്പളവും യാത്രാബദ്ധയുമൊക്കെയായി കോടികൾ നൽകുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാർ വീണ്ടും കടം വാങ്ങുന്നത്. 1920 കോടിയാണ് കടപ്പത്രങ്ങൾ പുറത്തിറക്കി സമാഹരിക്കുക. ഫെബ്രുവരി 25 കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം നടക്കുക. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം ഉപയോഗിച്ചാണ് ലേലം. കടമെടുപ്പ് പൂർത്തിയാക്കുന്നതോടെ സംസ്ഥാനത്തിന്റെ ഈ സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 40,920 കോടിയാകും. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ 50% വരെ നേരത്തെ വെട്ടിക്കുറച്ചിരുന്നു. വരുമാനം ഉയർത്താൻ വിവിധ സർവീസ് ഫീസുകൾ കുത്തനെ കൂട്ടുകയും ചെയ്തു. സാധാരണക്കാരനെ ശ്വാസം മുട്ടിപ്പിക്കുന്ന പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും കടമെടുക്കുന്നത്. ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ഇതിനിടയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളും കുടിശ്ശികയിലാണ്. അതേസമയം ഇഷ്ടക്കാർക്ക് വേണ്ടിയുള്ള അധിക ചിലവുകൾക്ക് സർക്കാർ ഒരു മടിയും കാട്ടിയിട്ടില്ല. PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പള ഇനത്തിൽ ലക്ഷങ്ങളുടെ വർധനവ്. ലീഡർമാരുടെ ശമ്പളവും കുത്തനെ കൂട്ടി. സംസ്ഥാന സർക്കാരിന് ഡൽഹിയിലെ പ്രതിനിധിയായ KV തോമസിന് വിമാനയാത്രയ്ക്കും ലക്ഷങ്ങൾ വകയിരുത്തിയതും സർക്കാർ ഖജനാവിന് വരുത്തിവെക്കുന്നത് ലക്ഷങ്ങളുടെ ബാധ്യതയാണ്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.